السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രേമുള്ള സത്യവിശ്വാസികളെ, ബറാഅത്ത് രാവിനെ കുറിച്ച് അല്പകാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ ഉലൂമ് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിൽ സൂറത്തു ദുഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്നാ കുന്നാ മുൻദിരീൻ ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. ഈ വിശുദ്ധമായ ആയത്ത് ബറാഅത്ത് രാവിനെ കുറിച്ചാണ് എന്ന് മുഫസ്സിറുകളിൽ പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടു. ഇമാം തുർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായി കാണാം, അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹായിൽ നിന്ന് നിവേദനം, മഹദി പറഞ്ഞു, ഫഖത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത ലൈലത്തിൻ, ഒരു രാത്രി ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാതെയായി. ഫഖറജ്തു അത്ലുബുഹു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഫൈദൻ ഹുവ ബിൽ ബഖീഇ റാഫിഅൻ റഅസഹു ഇലസ് സമാ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഅ്മിനീങ്ങളുടെ ഖബർസ്ഥാനായിട്ടുള്ള ജന്നത്തുൽ ബഖീഇൽ ഞാൻ കണ്ടെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ തല ആകാശ ലോകത്തേക്ക് ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതായ നിലയിലാണ് നബി തങ്ങളെ ഞാൻ കണ്ടത്. ഫഖാല, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, യാ ആയിഷത്തു അകുന്തി തഖാഫീന അൻ യഖീഫല്ലാഹു അലൈക വറസൂലുഹു, അള്ളാഹുവും അവന്റെ റസൂലും നിന്നോട് അതിക്രമം ചെയ്യുമെന്ന് നീ പേടിച്ചു പോയോ? ഫഖുൽതു വമാ ബിദാലിക വലാകിന്നി ലനന്തു ഇന്നക അതൈത ബഅദ നിസായിക, അപ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ മറ്റു ഭാര്യമാരുടെ അടുത്ത് ചെന്നോ എന്നു ഞാൻ ധരിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഇന്നല്ലാഹ തആല യൻസിലു ലൈലത്തൻ നിസ്ഫി മിൻ ശഅബാന ഇലസ് സമാഇ ദുനിയാ, നിശ്ചയമായും അല്ലാഹു തആല ശഅബാൻ 15 രാത്രി ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നതാണ്. അതായത് അള്ളാഹുവിന്റെ റഹ്മത്ത് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നതാണ്. ഫയഗ്ഫിറു ലി അക്സറ മിൻ അദദി ശഅരി ഗനമി കൽബ്, കൽബ് ഗോത്രത്തിൽ, അറേബ്യയിൽ അക്കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആടുകൾ ഉണ്ടായിരുന്ന ഗോത്രം കൽബ് ഗോത്രമായിരുന്നു. ആ കൽബ് ഗോത്രത്തിലെ ആടുകളുടെ രോമങ്ങൾക്കനുസൃതമായ എണ്ണം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് പുറത്തു കൊടുക്കുന്നതാണ്. അടിമകൾക്ക് അല്ലാഹു തആല പാപമോചനവും നരകമോചനവും നൽകുന്ന രാത്രി ആയതിനാൽ ശഅബാൻ 15 രാവിന് ലൈലത്തുൽ ബറാഅ എന്നും പേര് വന്നു. ലൈലത്തുൽ മഗ്ഫിറത്ത് എന്നും ഈ രാത്രിക്ക് പേരുണ്ട്. ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറുർ റാസിയുടെ 27-ാം വാള്യം 239-ാം പേജിൽ ഇത് വിശദീകരിച്ചതായി കാണാം. ലൈലത്തുൽ മുബാറക, ലൈലത്തുർ റഹ്മ, ലൈലത്തുൽ സ്വക്ക് മുതലായ നാമങ്ങൾ കൂടി ശഅബാൻ 15 രാവിനുള്ളതായി തഫ്സീറുൽ ജമൽ 4-ാം വാള്യം 100-ാം പേജിൽ കാണാം. ബറാഅത്ത് രാവ് എന്ന അതിമഹത്തായ രാത്രിയെ നിഷേധിക്കുന്നവർ വലിയ അബദ്ധത്തിലാണുള്ളത് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ബറാഅത്ത് രാവിനെ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കൽ ഒരു സത്യവിശ്വാസിയുടെ കടമയാണ്. സൂറത്തു ദുഖാൻ പാരായണം ചെയ്യുന്നതിന് പുറമെ ഖുർആനിന്റെ ഹൃദയം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ച സൂറത്ത് യാസീൻ 3 പ്രാവശ്യം അന്ന് ഓതേണ്ടതാണ്. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ ശേഷം സൂറത്ത് ദുഹാൻ ഓതുകയും ശേഷം 3 യാസീൻ ഓതുക. അതിൽ ഒന്നാമത്തേത് തന്റെയും കുടുംബത്തിന്റെയും ദീർഘായുസ്സിനും ആരോഗ്യത്തിനു വേണ്ടിയും, രണ്ടാമത്തേത് റിസ്ക് വിശാലമാകാൻ വേണ്ടി, അതായത് തന്റെയും കുടുംബത്തിന്റെയും ജീവിത വിഭവങ്ങൾ, ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ അവനിക്ക് ജീവിത വിഭവങ്ങളായി ആവശ്യമുണ്ടോ അതിനാണ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ തന്റെയും കുടുംബത്തിന്റെയും ജീവിത വിഭവങ്ങളിൽ ബർക്കത്തുണ്ടാകാൻ വേണ്ടിയും
മൂന്നാമത്തേത് ഹുസ്നുൽ ഖാത്തിമ അഥവാ നല്ല അന്ത്യം, ഈമാനോടുകൂടി മരിക്കാൻ വേണ്ടിയുമാണ് നാം കരുതി ഓതേണ്ടത്. ശേഷം അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദൂ അനാത്തിൻ ലാ ത്വാഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹ് എന്ന ദിക്ർ 70 തവണയും യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്ന ദിക്ർ 100 തവണയും ചൊല്ലേണ്ടതാണ്. ഈ ദിക്റുകൾ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ദുആഉൽ ബറാഅത്ത് എന്ന് പ്രസിദ്ധമായിട്ടുള്ള ബറാഅത്ത് രാവിന്റെ പ്രത്യേകമായ ദുആ നാം ചെയ്യേണ്ടതുണ്ട്. അല്ലാഹുമ്മ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ, അല്ലാഹുവേ ഈ ശഅബാൻ പകുതിയുടെ രാത്രിയിൽ അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നിന്നോട് ഞാൻ ആരോഗ്യത്തെയും മാപ്പിനെയും ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫീ ദീനി വ ദുനിയായ വ ആഖിരി വ മാലി. اللهم استر عوراتي وآمن روعاتي واحفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي وأعوذ بك أن أغتال من تحتي. اللهم بشرني بالخير في تلك الليلة الطيبة كما بشرت يعقوب بيوسف عليه السلام وبشرني بالفرح كما بشرت زكريا عليه السلام بيحيى عليه السلام. اللهم يا ذا المن ولا يمن عليه يا ذا الجلال والإكرام يا ذا الطول والإنعام لا إله إلا أنت ظهر اللاذين وجار المستجيرين وأمان الخائفين. اللهم إن كنت كتبتني عندك في يوم الكتاب شقيا أو محروما أو مطرودا أو مقترا علي في الرزق فامحو اللهم بفضلك شقاوتي وحرماني وطردي وإقدار رزقي واثبتني عندك في يوم الكتاب سعيدا مرزوقا موفقا للخيرات فإنك قلت وقولك الحق في كتابك المنزل على لسان نبيك المرسل يمحو الله ما يشاء ويثبت وعنده أم الكتاب. إلهي بالتجلي الأعظم في ليلة النصف من شهر شعبان المكرم التي يفرق فيها كل أمر حكيم ويبرم أن تكشف عنا من البلاء ما نعلم وما لا نعلم وما أنت به عالم إنك أنت العز الأكرم. وصلى الله على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم بحق ليلة النصف من شعبان آت أنفسنا تقواها فزكها أنت خير من زكاها أنت وليها ومولاها. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. ഈ ദുആ ആണ് ശഅബാൻ 15 ബറാഅത്ത് രാവിന്റെ ദുആ എന്ന നിലക്ക് മഹാന്മാരായ പണ്ഡിതന്മാരിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഈ ദുആയിന് പുറമെ നമുക്ക് അള്ളാഹുവിനോട് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും സകല കാര്യങ്ങളും ചോദിക്കാനും അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാനും അതുവഴി നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാനുമുള്ള ഒരു രാത്രിയാണ്. അതിനെ ഈ ശഅബാൻ 15 ബറാഅത്ത് രാവിനെ അതിന്റെ എല്ലാ മഹത്വങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് സ്വീകരിക്കാനും ഇബാദത്തുകൾ കൊണ്ട് സമ്പന്നമാക്കാനും അതുവഴി അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.